അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തഫീമു തിലാവയിലെ 16-ാമത്തെ പാഠമാണ്. അദ്ദറസു സാദിസു അഷറ. 16-ാമത്തെ പാഠം അൽ ഹുറൂഫുൽ ഹിജാഇയ്യ. ഹിജാഇയ്യായ അക്ഷരങ്ങൾ. അറബി ഭാഷയിലെ പ്രധാനമായുള്ള 28 അക്ഷരങ്ങൾ. അത് അലിഫ് മുതൽ യാ വരെ 28 അക്ഷരങ്ങൾ വായിക്കുകയും എഴുതുകയും ചെയ്യലാണ് ഈ പാഠത്തിലെ മെയിൻ പരിപാടി. അതോടൊപ്പം ഈ 28 അക്ഷരങ്ങളെ പദ്യരൂപത്തിൽ ഈ പാഠത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തിൽ പദ്യരൂപത്തിൽ അത് മനഃപ്പാഠമാക്കാനുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ ഈ 28 അക്ഷരം നമുക്ക് മനഃപ്പാടായിരിക്കണം. അലിഫ് മുതൽ യാ വരെ ശരിക്കും കാണാതെ എഴുതാനും പറയാനും നമ്മൾ പഠിക്കണം. അതിന് താഴെയുള്ള ഒരു പദ്യമുണ്ട്. ആ പദ്യം പഠിച്ചാൽ കുറച്ചുകൂടെ നമുക്കിത് എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാൻ കഴിയും. ഇനി ഈ പാഠം കഴിയുന്നതോടുകൂടി 28 അക്ഷരം നമുക്ക് എഴുതാനും കാണാതെ എഴുതാനും പറയാനുമുള്ള കഴിവ് നമ്മൾ നേടിയിരിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഈ പാഠമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. പിന്നെ ഇത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും ഇതിൽ കിട്ടും കേട്ടോ. എല്ലാ ക്ലാസ്സിൻ്റെ എല്ലാ പാഠങ്ങളും ഇതിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. അലിഫ്, ബാ, താ, സാ, ജീം, ഹാ, ഖാ. അലിഫ്, ബാ, താ, സാ, ജീം, ഹാ, ഖാ. അപ്പോൾ അത് 7 അക്ഷരങ്ങളായി. ആദ്യത്തെ 7 അക്ഷരങ്ങൾ അത് നേരെ താഴെ അതുപോലെ എഴുതി കൊടുക്കുക. ആ എഴുതുന്നതോടുകൂടെ 7 അക്ഷരങ്ങൾ നിങ്ങൾക്ക് മനഃപ്പാടായിരിക്കണം. കാണാതെ ഇങ്ങനെ പറയുക. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ. അടുത്ത 7 അക്ഷരം ദാല്, ദാല്, റാ, സായ്, സീന്, ഷീന്, സ്വാദ്. ദാല്, ദാല്, റാ, സായ്, സീന്, ഷീന്, സ്വാദ്. അപ്പോൾ ആ 7 അക്ഷരം അതിൻ്റെ നേരെ താഴെയുള്ള ആ റൗണ്ടിൽ എഴുതി കൊടുക്കുക. അപ്പോൾ 14 അക്ഷരങ്ങളും അതിൻ്റെ നേരെ താഴെയുള്ള ഓരോ റൗണ്ടിൽ എഴുതി കൊടുത്തേക്കുക മുദവ്വറിൽ. അപ്പോൾ അതോടുകൂടി ആ 14 അക്ഷരം മനഃപ്പാടായിരിക്കണം. എങ്ങനെ? അലിഫ്, ബാ, താ, സാ, ജീം, ഹ, ഖ. ദാല്, ദാല്, റാ, സായ്, സീന്, ഷീന്, സ്വാദ്. അടുത്തത് ളാദ്, ത്വാ, ലാ, ഐന്, ഐൻ, ഫാ, ഖാഫ്. ഒന്നുകൂടെ. ളാദ്, ത്വാ, ലാ, ഐന്, ഐൻ, ഫാ, ഖാഫ്. എന്നിട്ട് ആ 7 അക്ഷരം അതിൻ്റെ താഴെയുള്ള റൗണ്ടിൽ എഴുതി കൊടുത്തേക്കാം. അതിൻ്റെ താഴെ കാഫ്, കാഫ്, ലാം, മീം, നൂൻ, ഹ, വാവ്, യാ. ഒന്നുകൂടെ. കാഫ്, ലാം, മീം, നൂൻ, ഹ, വാവ്, യാ. കാഫ്, ലാം, മീം, നൂന്, ഹ, വാവ്, യാ. അങ്ങനെ 28 അക്ഷരവും അതിൻ്റെ താഴെയുള്ള ഓരോ റൗണ്ടിൽ എഴുതി കൊടുത്തേക്കാം. അപ്പോൾ വളരെ ഭംഗിയായിരിക്കും നിങ്ങളെ പഠനം. അങ്ങനെ ഇത് 28 അക്ഷരം എഴുതി കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് മനഃപ്പാടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് വായിക്കുകയും എഴുതുകയും കഴിയുന്നതോടുകൂടി അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 28 അക്ഷരം മനഃപ്പാടായിരിക്കണം. അത് നിങ്ങൾക്ക് കാണാതെ എഴുതാനും കാണാതെ പറയാനുള്ള കഴിവുണ്ടായിരിക്കണം. ഈ പാഠം കഴിയുമ്പോൾ 28 അക്ഷരം കാണാതെ എഴുതുക, കാണാതെ പറയുക. വളരെ എളുപ്പത്തിൽ അലിഫ്, ബാ, ത, സ, ജീം, ഹ, ഖ, ദാല്, ദാല്, റാ, സായ്, സീന്, ഷീന്, സ്വാദ്, ളാദ്, ത്വാ, ലാ, ഐൻ, ഐൻ, ഫാ, ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, ഹ, വാവ്, യാ. ഇങ്ങനെ വളരെ പെട്ടെന്ന് ഒഴുക്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഈ പാഠത്തിൻ്റെ നേരെ താഴെ ഉണ്ട്, ഏറ്റവും താഴ്ഭാഗത്ത് നല്ലൊരു പദ്യമുണ്ട്. ആ പദ്യം എന്തിനാണ് ചോദിച്ചാൽ, ആ പദ്യത്തിലൂടെ നമുക്ക് 28 അക്ഷരങ്ങളെ മനഃപ്പാഠമാക്കാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് അതിലൂടെ പഠിക്കാൻ കഴിയും. എങ്ങനെ? ഈ 28 അക്ഷരങ്ങളെയും
ഈ 28 അക്ഷരങ്ങളെ നമുക്ക് എന്താക്കാൻ പറ്റും? ഇതിലൂടെ ഈ പദ്യത്തിലൂടെ പഠിച്ചെടുക്കാൻ കഴിയും. നോക്കൂ, അതിനുള്ളൊരു ശ്രമം നമുക്ക് നോക്കി നോക്കാം. കാരണം ഈ 28 അക്ഷരങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ പദ്യത്തിലൂടെ പഠിച്ചെടുക്കാൻ കഴിയും. ഈ പദ്യം നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനപ്പാടാക്കാൻ കഴിയും. അങ്ങനെ മനപ്പാടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? അലിഫുൻ ബബാഉൻ താഉ സാഉൻ ജീമുൻ ഹാഉൻ ബഖാഉൻ ദാലു ദാലുൻ റാഉ അലിഫുൻ ബബാഉൻ താഉ സാഉൻ ജീമുൻ ഹാഉൻ ബഖാഉൻ ദാലു ദാലുൻ റാഉ സായുൻ വസീനുൻ സുമ്മ ശീനുൻ സ്വാദു അപ്പോൾ ഈ പാട്ട് കൂടെ നമ്മൾ പഠിക്കുന്നതോടുകൂടി 28 അക്ഷരങ്ങളും നമുക്കെന്തായി? മനപ്പാടമായി തീർന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എല്ലാ ക്ലാസ്സിലെ എല്ലാ പാഠങ്ങളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ.